നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശുമായി ഗംഗാ നദിയിലെ ജലം പങ്കിടുന്നതുമായി ബന്ധപ്പെട്ട ഫറാക്ക ഉടമ്പടിക്കെതിരെയുള്ള മമതാ സർക്കാരിന്റെ ആരോപണങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. പദ്ധതിയിൽ വന്ന മാറ്റങ്ങളും പുരോഗതിയും അതാത് സമയങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നതായി സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. ഉടമ്പടിയിൽ ബംഗ്ലാദേശുമായി കേന്ദ്രം നടത്തിയ ചർച്ചകൾക്ക് ഏകപക്ഷീയമാണ് എന്നുള്ള മമതയുടെ വാദങ്ങൾക്ക് പിന്നാലെയാണ് വിഷയത്തിൽ കേന്ദ്രം കൂടുതൽ വ്യക്തത വരുത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞ ദിവസം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം കഴിഞ്ഞ വർഷം ജൂലൈ 24-ന് 1996-ലെ ഇന്ത്യയും ബംഗ്ലാദേശുമായി ജലം പങ്കിടുന്നതിനുള്ള ഫറാക്ക ഉടമ്പടിയുടെ ഇന്റേണൽ റിവ്യൂ കമ്മിറ്റിയിലേക്കുള്ള സംസ്ഥാന സർക്കാർ പ്രതിനിധിയെ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്രം ബംഗാൾ സർക്കാരിന് കത്തെഴുതിയിരുന്നു. തുടർന്ന് അതേ വർഷം ഓഗസ്റ്റ് 25-ന് ബംഗാൾ ഗവൺമെന്റ് സംസ്ഥാന ചീഫ് എഞ്ചിനീയറെ സമിതിയിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഈ വർഷം ഏപ്രിൽ 5-ന് പശ്ചിമ ബംഗാൾ സർക്കാരിന്റെ ജോയിന്റ് സെക്രട്ടറി ഫറാക്ക ബരേജിൽ നിന്നുള്ള അടുത്ത 30 വർഷത്തേക്കുള്ള അവരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തിരുന്നുവെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തമ്മിൽ അടുത്തിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ടിസ്റ്റ നദിയുടെ സംരക്ഷണവും പരിപാലനവും ഒപ്പം 1996-ലെ ഫറാക്ക ഉടമ്പടി പുതുക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ ധാരണയിലെത്തിയിരുന്നു. കരാർ പ്രകാരം ടിസ്റ്റയിലെ ജലം കൈകാര്യം ചെയ്യുന്നതും സംരക്ഷിക്കുന്നതുമായി ഇന്ത്യ ഒരു റിസർവോയറും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കും. ഗംഗാ നദിയിലെ ജലം പങ്കിടുന്നത് സംബന്ധിച്ച കരാർ 2026-ലാണ് അവസാനിക്കുന്നത്. ഉടമ്പടി പ്രകാരം ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും 10 കിലോമീറ്റർ അകലെയുള്ള ഭഗീരഥി നദിയിലെ ഫറാക്ക അണക്കെട്ടിലെ ജലമാണ് ഇരു രാജ്യങ്ങളും പങ്കുവയ്ക്കുക.